എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മയക്കം പിടിച്ച് നമ്മുടെ കുട്ടപ്പനും സാക്കുറ ചേച്ചിയും ഇപ്പൊ നല്ലപോലെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആക്ച്വലി ഇത് മറ്റൊന്നുമല്ല, അവരുടെ രണ്ടുപേരുടെയും ചില ബാറ്റിൽ പ്രസന്റേഷൻ ആണ്. നമ്മുടെ കുട്ടപ്പനും ടീമും ഇതിനോടകം ഒരുപാട് ബാറ്റിൽ ചെയ്തു. അതിലേതാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. ആക്ച്വലി മുഖ്യമായിട്ടും 5 ബാറ്റിൽസ് ആണ് ഇവരുടെ ഇടയിൽ നടന്നിരിക്കുന്നത്. അതിൽ അവസാനമായിട്ട് നടന്ന കുട്ടപ്പനും സാസുകയും തമ്മിലുള്ള ഫൈറ്റാണ് ആദ്യം കാണിക്കുക. ആ ഒരു ഫൈറ്റിന് മുൻപ് സാസുകയ്ക്ക് കുട്ടപ്പനോട് അസൂയ തോന്നി കുട്ടപ്പനെയും വിളിച്ച് ഹോസ്പിറ്റലിന്റെ ടെറസിന് മേലെ എത്തി ഇപ്പൊ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. നറൂട്ടോ കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് നമ്മുടെ സാസുകയെ ഒരുപാട് തടയാൻ ശ്രമിക്കുമെങ്കിലും സാസുക ആവട്ടെ അവന്റെ ചിത്തോരി പവറുമായിട്ട് കുട്ടപ്പനെ അടിച്ചു കൊല്ലാനായിട്ട് പാഞ്ഞെടുക്കും. അത് കണ്ട് കുട്ടപ്പൻ കലി കയറി വേറെ വഴിയില്ലാതെ അവന്റെ റെസൻ പവർ ഉപയോഗിച്ച് സാസുകയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷെ ഇടയിൽ നമ്മുടെ സാക്കുറ കയറി നിൽക്കുമെങ്കിലും കാക്കാക്ഷി കറക്റ്റായിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റിയത് കൊണ്ട് അവർ രണ്ടുപേരും ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ട്. അടുത്ത ദ നമ്പർ 4 പവർഫുൾ ബാറ്റിൽ ചോച്ചി ആൻഡ് ജിറോബ. നമ്മുടെ സ്വത്തുമണി ഉണ്ടപ്പനും ഡബിൾ ഉണ്ടപ്പനായിട്ടുള്ള മറ്റൊരുത്തനും അവർ രണ്ടുപേരും ഇപ്പൊ വാശിയോടുകൂടെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ചോച്ചിക്കുട്ടൻ ബട്ടർഫ്ലൈനെ പോലെ ചിറകൊക്കെ വിടർത്തി ആ ഒരു വില്ലനെ അട്ടിച്ചു തെറിപ്പിക്കും. അതിന്റെ ഇടയ്ക്ക് പാവം ചോച്ചിക്കുട്ടന്റെ അവസാനത്തെ ചിപ്സ് അത് തെറിച്ചു പോകുമ്പോ വില്ലനാവട്ടെ ആ ഒരു ചിപ്സ് എടുത്തിട്ട് നമ്മുടെ ചോച്ചിക്കുട്ടനെ നോക്കി നിർത്തിക്കൊണ്ട് അറഞ്ചം പൊറഞ്ഞ് തിന്നു തീർക്കും. ചോച്ചിക്ക് കലി കയറി അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ ചവിട്ട് വെച്ചു കൊടുക്കും. കാരണം അവന്റെ ഫ്രണ്ട്സോ പാരൻസോ പോലും ഇങ്ങനെ ചെയ്താല് അവന് തീരെ പിടിക്കില്ല. അപ്പോ ഒരു വില്ലൻ അവന്റെ ചിപ്സ് അത് കട്ട് തിന്ന നമ്മുടെ ചോച്ചി അവൻ വെറുതെ ഇരിക്കോ? ചോച്ചി ആ കലിക്ക് ആ വില്ലനെ തല്ലി കൊല്ലും. എന്നിട്ട് അവസാനമായിട്ട് വില്ലനെ തല്ലിക്കൊന്ന് നമ്മുടെ ചോച്ചി ആവട്ടെ അവൻ ടയേർഡായി അങ്ങനെ തന്നെ താഴെ വീഴും. കാരണം നമ്മുടെ ആള് റെഡ് പില്ല് യൂസ് ചെയ്തിട്ടാണ് അത്രയും നേരം ഫൈറ്റ് ചെയ്തത്. കട്ട് ചെയ്ത കുട്ടപ്പൻ നമ്മുടെ ചോച്ചിയുടെ കഥ അന്ന് തീരുമെന്നാണ് കരുതിയത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അവനെ നമുക്ക് തിരികെ കിട്ടി. അടുത്തതായിട്ട് ദ ഫേമസ് 3rd ബാറ്റിൽ കാണുന്നതിന് മുൻപായിട്ട് മറ്റു ചില ബാറ്റിൽസിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണിച്ചു തരാന്ന് ഇപ്പൊ കുട്ടപ്പൻ പറയും. നമ്മുടെ കാക്കാഷിയും ആ ഒരു ഗടാമുട്ടൻ വില്ലൻ അക്കുവും ഏറ്റുമുട്ടിയ ചില ഭാഗങ്ങൾ കാണിക്കും. കാക്കാഷി ഒരുപാട് കഷ്ടപ്പെട്ട് അവന്റെ 18ാമത്തെ അടവ് എടുത്താണ് അക്കുവിനെ തോൽപ്പിച്ചത്. അടുത്തതായിട്ട് മൈഗയും കാക്കാഷിയും ഒരുമിച്ച് മത്സരിച്ച് വില്ലന്മാരെ ഇടിച്ചു തോപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ രണ്ടുപേരും ഒരേ പോയിന്റ്സ് നേടിയപ്പോ നമ്മുടെ മൈഗൈ പറയും, നമുക്ക് ആ വലിയ കളി ഇതുവരെ ആരും തൊടാത്ത സോൾട്ട് ആൻഡ് പേപ്പർ കളിക്കാന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അത് കളിക്കാനായിട്ട് ആരംഭിക്കും. ഇതെന്ത് കളിയാടോ എന്നും പറഞ്ഞ് നമ്മുടെ 2 യോദ്ധാക്കളും കളിച്ച് ലാസ്റ്റ് നമ്മുടെ കാക്കാക്ഷി ജയിക്കും. അങ്ങനെ അവിടെ കട്ട് ചെയ്താല് നമ്മുടെ 3rd ബാറ്റിൽ ദ ബ്രഹ്മാണ്ഡ ബാറ്റിൽ ട്വിൻസ് വില്ലന്മാരുടെ മുൻപിൽ പെട്ടുപോയ നമ്മുടെ പാവം കിബയും അവന്റെ അക്കമൊരു പട്ടിക്കുട്ടിയും. ആ വില്ലന്മാർ രണ്ടുപേരും അവരുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് കിബയുടെ ബോഡിയിലേക്ക് ഇപ്പൊ അള്ളി കയറാൻ തുടങ്ങും. അവരുടെ അക്രമം സഹിക്കവയ്യാതെ കിബയും അക്കമൊരു പട്ടിക്കുട്ടി ആവട്ടെ ഇപ്പൊ മോൺസ്റ്റേഴ്സ് ആയിട്ട് അവരെ അറ്റാക്ക് ചെയ്ത് പറപ്പിച്ചു കളയും. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ രണ്ടുപേരും ചേർന്ന് 2 വില്ലന്മാരെയും കാലെ തൂക്കി നിലത്തടിക്കും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഈ കിബയും പട്ടിക്കുട്ടിയും അവരെങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ദൈവത്തിന് മാത്രം അറിയാം. കാരണം കിബയ്ക്കും അക്കമരുവിനും എന്റെ അത്രയും പവറില്ല. അവർക്ക് ബുദ്ധിയും പവറും അത് വളരെ കുറവാണെന്ന് പറയുമ്പോൾ കിബ ആവട്ടെ സ്റ്റേജിലേക്ക് കയറി വന്ന് അവന്റെ പട്ടിക്കുട്ടിയെ കൊണ്ട് ഇപ്പൊ നറൂട്ടോയെ കടിപ്പിക്കും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണോ? എന്റെ ബാറ്റിൽ എങ്ങനെ 3rd പൊസിഷനിലെത്തി? എന്നെ നീ കളിയാക്കുമല്ലേ? നിക്കടാ അവിടെ എന്നും പറഞ്ഞ് ഇപ്പൊ കിബ കുട്ടപ്പനെ അടിക്കാൻ നോക്കുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് അതെല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 വാക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയുമ്പോ നമ്മുടെ കിബ പറയും, ഇതൊക്കെ വെറും നിസ്സാരമാണ്. ഇനി വരാൻ പോകുന്ന എന്റെയും അക്കമരുവിന്റെയും ഫൈറ്റാണ് ദ ബ്രഹ്മാണ്ഡ ഫൈറ്റ്. അതെല്ലാവരും കാത്തിരുന്ന് കാണുക എന്ന് പറയുമ്പോ നമ്മുടെ സാക്കുറ ആവട്ടെ ഇപ്പൊ 3rd ബാറ്റിൽ അത് അനൗൺസ് ചെയ്യും. അടുത്തതായിട്ട് 2nd ബാറ്റിലാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറയും. പക്ഷെ കിബയ്ക്കാവട്ടെ കലി അടങ്ങാതെ അവന്റെ പട്ടിക്കുട്ടിയെ വിട്ട് വീണ്ടും കുട്ടപ്പനെ കടിപ്പിക്കും. അടുത്ത ബാറ്റില് ഇപ്പൊ നെജിയും ആ ഒരു സ്പൈഡർ തലേനുമാണ് ഫൈറ്റ് ചെയ്യുക. ആ ഒരു സ്പൈഡർ തലയൻ അവൻ വലിയൊരു സ്പൈഡറിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ മുട്ടയിടിപ്പിച്ച് ഒരുപാട് കുഞ്ഞൻ സ്പൈഡറുകളെ കൊണ്ട് നമ്മുടെ നെജിയുമായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അതിന് നെജി ആവട്ടെ അവന്റെ 360 ഡിഗ്രി പോം സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ആ സ്പൈഡറുകളെല്ലാം തന്നെ തൂത്തുവാരി ദൂരത്തേക്ക് വലിച്ചെറിയും. പക്ഷെ വില്ലൻ
അവൻ നെജിയുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അവൻ അറ്റാക്ക് ചെയ്യുമ്പോ നമ്മുടെ ആൾ അതുക്കും മേലെ പോയി ഇപ്പൊ അവന്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് നൈസായിട്ട് വില്ലനെ അടിച്ച് തോൽപ്പിക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനാവട്ടെ നെജിയെ വേദിയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. നിങ്ങളിപ്പോ സെക്കൻഡ് ബാറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തില് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവനോട് ചോദിക്കും. അതിനവൻ കൂളായിട്ട് പറയും, ഇതൊന്നും വലിയ കാര്യമല്ല. എന്റെ ഒരുപാട് വലിയ വലിയ മിഷൻസില് ചെറിയൊരു ഏട് മാത്രമാണ് ഈ ഒരു ചെറിയ മിഷൻ. അതുകൊണ്ട് ഇതൊന്നും വെച്ച് എന്നെ വിലയിരുത്തുന്നതില് യാതൊരു കാര്യമില്ല. മാത്രമല്ല ഈ ഒരു ബാറ്റിലിനും പോലും എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. അത് കേട്ട് കുട്ടപ്പൻ ഞെട്ടിയിട്ട്, സത്യമായിട്ടും നിനക്ക് പൈസ കിട്ടിയോ? നെജി, അതെ, എനിക്ക് പൈസ കിട്ടി. കാരണം ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് ബുദ്ധിയുണ്ട്, പവറുണ്ട്, ഒരുപാട് കഴിവുണ്ടെന്ന് പറയുമ്പോ കുട്ടപ്പന് കലി കയറി അവൻ കൈമടക്കി ഇപ്പൊ നെജി ഇടിക്കാൻ വരും. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സാക്കുര ആവട്ടെ ഇപ്പൊ ഫസ്റ്റ് ബാറ്റില് അനൗൺസ് ചെയ്യാൻ തുടങ്ങും. ഈ ലീഫ് വില്ലേജിന് തന്നെ അഭിമാനവും സുന്ദരനുമായിട്ടുള്ള നമ്മുടെ സാസുകയും നറൂട്ടോ കുട്ടപ്പനും ചേർന്ന് നടത്തിയ ഒരടിപൊളി ബ്രഹ്മാണ്ഡ ഫൈറ്റ് ആണ് ദ ഫസ്റ്റ് ബാറ്റിൽ എന്ന് പറയുമ്പോ അവിടെ ബാക്ക് സ്റ്റേജില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പനും സാസുകയും തമ്മിലുള്ള ഫൈറ്റ് അത് പ്ലേ ആവും. സാക്കുര ആവട്ടെ ഇപ്പൊ സാസുകയുടെ ഓർമ്മ വന്ന് അവനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പുകഴ്ത്തി തള്ളാൻ തുടങ്ങും. പാവൻ സാസുക അവനിപ്പോ നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ എങ്കിലും അവന്റെ ഫൈറ്റ്, അവൻ ഈ ഗ്രാമത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങള് അതൊന്നും തന്നെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പൊ കാണിച്ച ഈ 5 ഫൈറ്റും സാസുകയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ചില ബാറ്റിൽസ് ആണ്. അത് കേട്ട് കുട്ടപ്പൻ പറയും, ഞാനും ഉണ്ടായിരുന്നു സാസുകയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ. ഞാനും ഒരു നിഞ്ച തന്നെയാണ്. ഞാനും അവന്റെ കൂടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് അത്രയ്ക്ക് ബിൽഡിംഗ് ഒന്നും അവന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ അനൗൺസ് ചെയ്യും, അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണും നമ്മുടെ സാക്കുറ നമ്മുടെ കുട്ടപ്പനെ ഓരോ വട്ടവും ഇടിച്ച് തെറിപ്പിക്കുന്നത്. അത് കണ്ട് കലിപ്പ് കയറിയ നമ്മുടെ സാക്കുറ ആവട്ടെ, ഇതാണോ നിന്റെ സ്പെഷ്യൽ വീഡിയോ എന്ന് ചോദിച്ചിട്ട് ലൈവായിട്ട് കുട്ടപ്പനെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. അപ്പൊ സാക്കുറ ഇപ്പൊ പെട്ടെന്ന് മൈക്കെടുത്ത്, ഹലോ, ഇത് ഞാനാണ്, മറ്റത് നറൂട്ടോ കുട്ടപ്പനാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തമാശയ്ക്ക് ഫൈറ്റ് കൂടും, പക്ഷെ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് അവളാവട്ടെ ഇപ്പൊ നൈസായിട്ട് വിഷയം മാറ്റും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാവിധ ഐശ്വര്യമായിട്ടുള്ള നമ്മുടെ ജെറയ്യ മാമനെ ലൈവായിട്ടാണെന്ന് അവൾ വിളിച്ചു പോവും. അപ്പൊ മാമൻ ലൈവിൽ വന്നത് കണ്ട് കുട്ടപ്പൻ ചോദിക്കും, മാമനിപ്പോ എവിടെയാണ്? ഞങ്ങളെക്കുറിച്ച് എന്താണ് മാമനിപ്പോ പറയാനുള്ളത്? അതിന് മാമൻ പറയും, ഞാനിപ്പോ ഉള്ള സ്ഥലം അത് വളരെയധികം സീക്രട്ട് ആയിട്ടുള്ള സ്ഥലമാണ്. അത് തുറന്നു പറഞ്ഞാല് തീർച്ചയായിട്ടും ഈ വേദിയിലുള്ള ഒരുപാട് പേര് ഇപ്പൊ ഓടി ഒളിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്ഥലം അത് ഞാൻ പറയില്ല. കുട്ടപ്പനാണെ മനസ്സിലാവില്ല, എന്താണ് നീ പറയണേ? ഞാൻ നിന്നെ കാത്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാതെ കുത്തിയിരിക്കുകയാണ്. നീ ഏതോ സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണല്ലേ? അത് കേട്ട് മാമൻ പറയും, ഞാനിവിടെ ഒരു പ്രത്യേക മിഷന് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറു. കുട്ടപ്പനും സാക്കുറയ്ക്കും ഒരുപോലെ ദേഷ്യം വന്ന് അവനെ ചീത്ത വിളിക്കുമെങ്കിലും അവൻ കൂളായിട്ട് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആരും വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് സാസുകയെ ഞാൻ എന്നെ പോലെ തന്നെ വലിയൊരാളാക്കി മാറ്റും. സാക്കുറയ്ക്ക് ദേഷ്യവും വിഷമവും എല്ലാം ഒരുമിച്ച് വന്ന്, സാസുക അവനിപ്പോ എവിടെയുണ്ട്? ഒരു പ്രാവശ്യമെങ്കിലും അവനെ എനിക്ക് കാണിച്ചു തായോന്ന് പറഞ്ഞ് അവളിപ്പോ കെഞ്ചു. അതിന് ഒറോച്ചിമാർ പറയും, ഞാനും ഒരുപാട് തവണ അവനെ നിർബന്ധിച്ചതാണ്, പക്ഷെ എന്താ ചെയ്യാ, അവന് വരാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ ഒറോച്ചിമാറു ഇപ്പൊ നൈസായിട്ട് ക്യാമറ തിരിക്കുമ്പോ ലോങ് ഷോട്ടിലായിട്ട് സാസുക ഇരിക്കുന്ന കാണും. പക്ഷെ സാസുക അതൊന്നും മൈൻഡ് ചെയ്യാതെ, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, എനിക്ക് ട്രെയിനിങ് താ ഒറോച്ചിമാറു എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവും. അപ്പൊ വീണ്ടും ഒറോച്ചിമാർ വന്നിട്ട് പറയും, അവനിപ്പോ ട്രെയിനിങ് എടുക്കേണ്ട മൂഡിലാണ്, ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞ് അവൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇപ്പൊ പതിയെ മറഞ്ഞു പോവും. ഒരുപാട് കാലത്തിന് ശേഷം സാസുകയെ കാണുമ്പോ ഇപ്പൊ സാക്കുറയ്ക്ക് ഒരുപാട് വിഷമവും അതിലുപരി സന്തോഷവും തോന്നും. സാക്കുറ കണ്ണീരൊക്കെ ഒപ്പിയെടുത്ത്, അപ്പം ഞങ്ങളുടെ ഈ ഒരു അടിപൊളി ഷോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇപ്പൊ കാണിച്ച 5 ബാറ്റിൽ അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി അതല്ല, അതിനുപരിയായിട്ട് ഞാൻ കുട്ടപ്പനെ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന ആ ഒരു സീക്വൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അതും പറയണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പന് അത് തീരെ പിടിക്കില്ല. കുട്ടപ്പൻ ചൂടാവുമ്പോൾ അവളാവട്ടെ ഇപ്പൊ പതി അവനെ ആശ്വസിപ്പിച്ച് രണ്ടുപേരും ചേർന്ന് വൈൻഡപ്പ് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.